പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. ഇതിനു മുൻപൊക്കെ കന്യകാരൂപത്തിലുള്ള അമ്മയെ പറഞ്ഞു. ഇപ്പോൾ അമ്മ പതിവ്രതാ രൂപത്തിലുള്ള ആ കല്യാണ രൂപത്തിൽ സിന്ദൂരമണിഞ്ഞിരിക്കുന്ന അമ്മയുടെ ആ രൂപത്തെക്കുറിച്ച് പറയുന്ന തത്വത്തെക്കുറിച്ച് പറയുന്ന വരികളാണ്. ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ജധൂളിക. ശ്രുതി എന്നാൽ വേദങ്ങൾ, സകല വേദങ്ങൾ. ഏതൊക്കെ വേദങ്ങൾ, എന്തൊക്കെയാണോ നമ്മളുടെ ജ്ഞാനത്തിലൂടെ, ശ്രുതിയിലൂടെ, കേൾവിയിലൂടെ ഈ നിമിഷം വരയ്ക്കും എത്തി നിൽക്കുന്നത്, ആ ശ്രുതി, അതായത് എന്തൊക്കെ പറയാമോ വേദങ്ങളിലൂടെ എത്തിയത്, ശ്രുതി സീമന്ത സിന്ദൂരി, അങ്ങനെയുള്ള ശ്രുതി ഏതെല്ലാം എന്തെല്ലാം പറയാമോ അതിൻ്റെ എല്ലാം ഒത്ത നടുക്കായിട്ട് കൃത്യം വകുപ്പെടുത്ത്, അങ്ങനെയാണല്ലോ സീമന്തരേഖ. ആ ശ്രുതികളെ കൃത്യമായി തരംതിരിച്ച് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് അമ്മ സീമന്തം എന്നാൽ എന്താണ്? പല അർത്ഥങ്ങൾ പറയും. അതിൽ സീമന്തത്തിന് പ്രധാനമായിട്ടുള്ളൊരർത്ഥം ഈ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളൊരർത്ഥവുമുണ്ട്. സീമന്തം എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെ ഉണ്ട്. അതായത് തലമുറ, ഗർഭിണിയായ സ്ത്രീകൾക്ക് സീമന്തപുത്രൻ, സീമന്തപുത്രി, ആദ്യം എന്നുള്ളൊരർത്ഥം പറയും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള തൻ്റെ ഈഗോയെ മാറ്റി താൻ എന്ന സൗന്ദര്യത്തെ മുൻനിർത്തിയല്ല അമ്മ ഇവിടെ. പുതിയൊരു അടുത്ത തലമുറയിലേക്ക് ഞാൻ കല്യാണക്കോലത്തിൽ അവതരിച്ചിരിക്കുന്നു, അതിനുള്ള സിന്ദൂരം അണിയിച്ചിരിക്കുന്നു. തുടക്കം അല്ലെ, തിലകം അണിയുക എന്നാൽ ഒരു ഐശ്വര്യം മാത്രമല്ല, എന്തോ ഒരു തുടക്കവും കൂടിയാണ്, മംഗളകരമായ തുടക്കം. ആ സിന്ദൂരം എങ്ങനത്തേതാണ് എന്നുള്ളതാണ്. ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ജധൂളിക. അമ്മയുടെ പാദത്തിന്റെ ധൂളിക, ചെറുപൊടിയാണ് ഈ വേദങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധൂളിയിൽ നിന്ന് ഒരു തരി, ഒരു പൊടി മാത്രമാണ് ഈ വേദങ്ങൾ. അങ്ങനെയാണ് സീമന്തത്തിൽ സിന്ദൂരം അണിഞ്ഞിരിക്കുന്നത്. അമ്മയുടെ കാലിന്റെ പാദത്തിന്റെ ധൂളികയായിട്ടാണ്. അത്ര രഹസ്യമാണ് ഇവിടെ ഈ ജപിക്കുന്ന ജപം. സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക. സകല ആഗമ, ഏതൊക്കെ ആഗമ വിധികൾ പറയാമോ? ശാക്തേയത്തിൽ ഒരുപാട് ആഗമങ്ങളുണ്ടല്ലേ, തന്ത്രശാസ്ത്രപരമായിട്ട്. ആഗമം, അങ്ങനെയുള്ള എന്തൊക്കെ ആഗമങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ വരവുകൾ ഉണ്ടെങ്കിലും, ആഗമം എന്നാൽ വരുക. തന്ത്രവിധികളിൽ ആരൊക്കെ തന്റെ ഈഗോയുമായിട്ട് വരുന്നുണ്ടെങ്കിലും ഇവിടെ കാര്യമില്ല. കാരണം സകലാഗമ സന്തോഹ, എല്ലാം ചേർത്ത്, ടോട്ടാലിറ്റി, സന്തോഹ ചേർത്ത്, ഒരുക്കി ചേർത്ത് വെച്ചിരിക്കുന്നത് എന്തിനെയാണ്? ശുക്തി സമ്പുട മൗക്തിക. നമ്മൾ സൂക്തം എന്ന് പറയുന്ന വാക്ക് ഇവിടെ എടുത്തു പറയാം. ശുക്തി എന്നാൽ ഈ ആഗമങ്ങളെല്ലാം ചേർത്ത് ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ശുക്തി സമ്പുട മൗക്തിക. നമ്മൾ സമ്പടം എന്ന വാക്കും ഇതിൽ നിന്നെടുക്കാം. സമ്പുടം ചെയ്യുക, അതായത് ചേർത്ത് പിടിക്കുക. ആഗമങ്ങളെയെല്ലാം, തന്ത്രവിധികളെയെല്ലാം, മന്ത്രയന്ത്രവിധികളെയെല്ലാം ചേർത്ത് ഒരിടത്ത് കൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ഷെല്ലെന്ന് പറയുമല്ലോ, ഓയിസ്റ്റർ, രത്നം. ആ പേൾ എവിടെയാണോ ഉണ്ടാകുന്നത് അതാണ് ഇവിടെ പറയുന്നത് ശുക്തി സമ്പുട മൗക്തിക. മൗക്തിക എന്നാൽ പേൾ, രത്നം. അത് മാത്രമാണ് ഈ അമ്മയുടെ പാദത്തിന്റെ ധൂളികയായിട്ടുള്ള സിന്ദൂരം. ഇതിന്റെ അർത്ഥതലങ്ങൾ ഒരുപാടാണ്. ഈ ചെറിയ നിമിഷം കൊണ്ട് പറഞ്ഞു തീരുന്നതേ അല്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതും ഉള്ളിലെത്തിക്കേണ്ടതും ഇത്രമാത്രം. അമ്മയുടെ പാദത്തിന്റെ ധൂളിക മാത്രമാണ് ഈ വേദങ്ങൾ, ഈ ആഗമങ്ങൾ എന്നുള്ളത്. ഇതെല്ലാം ചേർത്താണ് അമ്മയുടെ ഈ പാരായണം ചെയ്യുന്ന ലളിതാ സഹസ്രനാമം. ശ്രുതി സീമന്ത സിന്ദൂരീ കൃതപാദാബ്ജധൂളിക സകലാഗമ സന്തോഹ ശുക്തി സമ്പുടമൗക്തിക. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.